ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. കർമ്മഫലം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഒരു ബൂമറാങ് പോലെ കറങ്ങിത്തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ എത്തുക എന്ന വിശ്വാസത്തെയാണ് കർമ്മ അഥവാ കർമ്മഫലം എന്ന് പറയുന്നത്. ദൈവത്തിലും പ്രേതത്തിലും മറ്റനേകം അന്ധവിശ്വാസത്തിലും വിശ്വസിക്കാത്ത ഒരു വലിയ ശതമാനം യുക്തിവാദികളും വിശ്വസിക്കുന്ന ഒന്നാണ് കർമ്മഫലം. ഇതൊന്നും ദൈവത്തിൻ്റെയും ചെകുത്താൻ്റെയും കയ്യിലല്ലല്ലോ, പ്രകൃതിയുടെ കയ്യിലല്ലേ എന്ന് വാദിക്കുന്ന യുക്തിവാദികളും എൻ്റെ സുഹൃത്തുക്കളായുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് കർമ്മഫലം? കർമ്മ എന്നൊന്ന് നമ്മുടെ ഇടയിലുണ്ടോ? ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ ഒരു ഭക്തൻ അമ്പലത്തിൽ പോയി. ഭഗവാനെ തൊഴുത് തിരികെ വരുമ്പോൾ ഭഗവാൻ എന്തെങ്കിലും കാണിക്കയായി സമർപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി. അങ്ങനെ കാണിക്ക വഞ്ചിയുടെ മുമ്പിലെത്തി. പേഴ്സ് എടുത്തു. പേഴ്സിൽ നിന്നും 100-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ തലപൊക്കി കാണിച്ചു. എന്നാൽ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ അയാളുടെ ചൂണ്ടുവിരലും നടുവിരലും നടന്നെടുത്തത് പേഴ്സിനുള്ളിലെ ഒരു മുഷിഞ്ഞ 10-ൻ്റെ നോട്ടിലേക്കായിരുന്നു. അയാൾ ഭക്തി പുരസരം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വളരെ കഷ്ടപ്പെട്ട് പണിപ്പെട്ട് കീറിപ്പോവാതെ സെല്ലോട്ടേപ്പ് പൊട്ടിച്ച് ആ 10-ൻ്റെ നോട്ട് പേഴ്സിന് പുറത്തെടുത്തു. ഏതാനും ദിവസങ്ങളായി അത് പേഴ്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. അങ്ങനെ ചൂണ്ടുവിരലും നടുവിരലും കൂടി ആ 10-ൻ്റെ നോട്ടിനെ തൂക്കിയെടുത്ത് കാണിക്ക വഞ്ചിയുടെ വിടവിലൂടെ താഴേക്കിട്ടു. അത് ആ അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തി. ഭഗവാനെ തൊഴുത് തിരികെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ തൻ്റെ തോളിൽ തൊട്ടു. അത് അമ്പലത്തിന് പുറത്ത് സദായിരിക്കുന്ന ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. അയാൾ ഒരു 500-ൻ്റെ നോട്ടെടുത്ത് തൻ്റെ നേരെ നീട്ടി, കാണിക്ക വഞ്ചിയിലിടാൻ. ഇതിൽ പരം ഒരു അപമാനം വേറെയുണ്ടോ? മുഷിഞ്ഞ 10-ൻ്റെ നോട്ട് ഭഗവാനെ സമർപ്പിച്ച് തിരികെ നോക്കുമ്പോൾ തന്നെക്കാൾ ദരിദ്രനായ ഒരു ചെരുപ്പ് കുത്തി ഒരു 500-ൻ്റെ നോട്ട് തനിക്ക് നേരെ നീട്ടി കാണിക്ക വഞ്ചിയിലിടാൻ പറയുന്നു. കർമ്മഫലം എന്നല്ലാതെ എന്താണ് പറയുക? കർമ്മഫലത്തെക്കുറിച്ച് ശാസ്ത്രീയമായി ഒരു അന്വേഷണം നടത്തിയാൽ പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും തന്നെ ലഭിക്കില്ല. എന്നാൽ അന്വേഷണം ആത്മീയമാണ് എങ്കിൽ ആയിരക്കണക്കിന് വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കും. അതിൽ ചിലത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ജനിക്കുന്നതിന് മുമ്പേ തീരുമാനിക്കപ്പെട്ടവയാണ് എന്നാണ് ഹിന്ദു മതവിശ്വാസത്തിലും ബുദ്ധമതവിശ്വാസത്തിലും വിശദീകരിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും നമ്മുടെ മാത്രമല്ല, നമ്മുടെ കാലത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും കർമ്മങ്ങളും കർമ്മഫലങ്ങളുമായി ഇന്റർലിങ്ക്ഡ് ആണ് എന്നാണ് സദ്ഗുരു വിശദീകരിക്കുന്നത്. അതായത് പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് മറ്റെവിടെയെങ്കിലും ജീവിക്കുന്ന ഒരാളുടെ കർമ്മത്തിന് നമ്മുടെ കർമ്മത്തിനെയും കർമ്മഫലത്തിനെയും മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് എന്ന്. ഒരുപക്ഷെ ചിലരെങ്കിലും ഇത്തരം ചിന്തകളെ മണ്ടത്തരമായി കണക്കാക്കിയേക്കാം. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, ഇത് തന്നെയല്ലേ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന്. അതായത് ലോകത്തിൽ എവിടെയോ ഒരു ചെറിയ പൂമ്പാറ്റയുടെ ചിറകടിക്ക് മറ്റെവിടെയെങ്കിലും ഒരു വലിയ ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയെയാണ് ഈ ഒരു സിദ്ധാന്തത്തിലൂടെ വിശദീകരിക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പ് ഹെൻറി പൊങ്കാര എന്ന മാത്തമാറ്റീഷ്യൻ അദ്ദേഹത്തിൻ്റെ 3 ബോഡി പ്രോബ്ലം എന്ന പഠനത്തിലൂടെയാണ് ഇങ്ങനൊരു സിദ്ധാന്തത്തെക്കുറിച്ചുള്ള സൂചനകൾ ആദ്യമായി തരുന്നത്. ഗണിതവുമായി ബന്ധപ്പെട്ട് കിടന്നതുകൊണ്ട് തന്നെ അന്ന് ഈ തിയറിക്ക് വലിയ പ്രാധാന്യമൊന്നും ലഭിച്ചില്ല. പിന്നീട് 1960-കളുടെ തുടക്കത്തിൽ എഡ്വേർഡ് ലോറൻസ് എന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റിനെ വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒരിക്കൽ എഡ്വേർഡ് ലോറൻസ് കാലാവസ്ഥാ പ്രവചനത്തിനായി 0.506127 എന്ന അക്കത്തിനു പകരം 0.506 എന്ന് മാത്രം എഴുതി. ഈ ഡാറ്റ അദ്ദേഹം കമ്പ്യൂട്ടറിലൂടെ സിമുലേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഈ അക്കങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും സിമുലേഷന്റെ റിസൾട്ടിൽ അത് വലിയ വ്യത്യാസങ്ങളാണ് കമ്പ്യൂട്ടറിൽ തെളിഞ്ഞത്. തൻ്റെ ഈ കണ്ടെത്തൽ ന്യൂയോർക്ക് അക്കാഡമി ഓഫ് സയൻസിൽ സമർപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം അദ്ദേഹം മെൻഷൻ ചെയ്തിരുന്നു. അതായത് ഇത്രയും ചെറിയ ഒരു സംഖ്യയ്ക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു കടൽ കാക്കയുടെ ചിറകടിക്ക് പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന്. പോകെ കടൽക്കാക്കയുടെ ചിറകടി എന്നത് ഒരു പൂമ്പാറ്റയുടെ ചിറകടിയായി മാറി. അങ്ങനെയാണ് ഈ ഒരു സിദ്ധാന്തത്തിന് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന പേര് വരുന്നത്. 1987 പ്രസിദ്ധീകരിക്കപ്പെട്ട ജെയിംസ് ക്ലേക്കിന്റെ കെയോസ് മേക്കിംഗ് എ ന്യൂ സയൻസ് എന്ന പുസ്തകത്തിലൂടെയാണ് എഡ്വേർഡിന്റെ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന സിദ്ധാന്തം ലോക പ്രശസ്തമാകുന്നത്. ഇതിന്റെ ഉദാഹരണമായി പലരും വിശദീകരിക്കുന്നത് ഡബിൾ പെൻഡുലമാണ്. അങ്ങനെ ഒരു പെൻഡുലം നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്താണ് എന്ന് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ശാന്തമായി നീങ്ങുന്ന ഒരവസ്ഥയിൽ നിന്ന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി നീങ്ങാൻ വളരെ ചെറിയ ഒരു മൈക്രോ മൂവ്മെന്റ് മതി. ഫിസിക്സിൽ ഇത്തരം മൂവ്മെന്റിനെ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് വിശദീകരിക്കപ്പെടുന്നു. ഇതുകൊണ്ടാണ് പലപ്പോഴും കാലാവസ്ഥാ പ്രവചനങ്ങൾ കീഴ്മയിൽ മറയുന്നത്. ചൂടിനോ കാറ്റിനോ മർദ്ദത്തിനോ ഒരിത്തിരി തെറ്റുപറ്റിയാൽ മാത്രം മതി കാലാവസ്ഥാ പ്രവചനങ്ങളെല്ലാം തകിടം മറയാൻ. ഇനി തിരിച്ച് കർമ്മയിലേക്ക് വരാം.
നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു ബൂമറാങ് പോലെ കറങ്ങിത്തിരിഞ്ഞ് നമ്മളെ തന്നെ ബാധിക്കുന്ന അവസ്ഥയാണല്ലോ കർമ്മ അല്ലെങ്കിൽ കർമ്മഫലം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ വലുപ്പത്തിനനുസരിച്ചിരിക്കും. എത്ര വലിയ കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കർമ്മഫലവും അതിനനുസരിച്ച് വലുതാവും. പ്രധാനമായും കർമ്മയെ 4ആയാണ് തരംതിരിക്കുന്നത്: സഞ്ചിക കർമ്മ, പ്രാരാബ്ധ കർമ്മ, ആഗാമി കർമ്മ, ക്രിയമാന കർമ്മ. ഒന്ന്, സഞ്ചിക കർമ്മ. അതായത് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാം മുജ്ജന്മത്തിൽ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് എന്ന വിശ്വാസമാണ് സഞ്ചിക കർമ്മ. ഒരു തരത്തിൽ സംസ്കാരങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം തന്നെയാണത്. അതായത് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, കർമ്മയിൽ വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, ദൈവവിശ്വാസികളാണ്. ദൈവവിശ്വാസികൾ എന്നാൽ ദൈവത്തിന്റെ പേരിൽ വെട്ടും കുത്തും നടത്തുന്നവരാണ് എന്നല്ല. അത്തരക്കാരെ വിശ്വാസികൾ എന്ന് വിളിക്കുന്നത് വിശ്വാസികൾക്ക് തന്നെ അപമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞ വിശ്വാസികൾ. എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ട് എന്നും അവനെല്ലാം കാണുന്നുണ്ട് എന്നും എല്ലാ തിന്മകൾക്കുമുള്ള മറുപടി അവൻ നൽകുമെന്നും പറഞ്ഞ് എല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസികളെയാണ്. അവർ വിശ്വസിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും കഷ്ടപ്പാടുകൾ അവർ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം, നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്ക്, ഇതെല്ലാം മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് എന്നാണ്. ഇനി ഈ ജന്മത്തിൽ അവർക്ക് ഭാഗ്യം ലഭിച്ചാലോ, അപ്പോഴും അവർ പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, മുജ്ജന്മ സുകൃതം, അല്ലാതെ എന്തു പറയാനാ എന്ന്. അടുത്തത് പ്രാരാബ്ധ കർമ്മ. സഞ്ചിക കർമ്മ കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ പ്രവൃത്തികൾ ഈ ജന്മത്തിൽ പ്രതിഫലിക്കുന്നതാണ് എങ്കിൽ പ്രാരാബ്ധ കർമ്മ ഈ ജന്മത്തിലെ നമ്മുടെ പ്രവൃത്തികൾ ഈ ജന്മത്തിൽ തന്നെ നമ്മളിൽ പ്രതികരിക്കുന്നതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം ഭാവിയിൽ നമുക്ക് നല്ലതായി ഭവിച്ചാൽ അതോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചീത്ത കാര്യം ഭാവിയിൽ നമുക്ക് ചീത്തയായി ഭവിച്ചാൽ അതോ, അതിനെയാണ് പ്രാരാബ്ധ കർമ്മ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ നമ്മളാക്കുന്ന ഈ ജന്മത്തിലെ നമ്മുടെ പ്രവൃത്തികളെയാണ് പ്രാരാബ്ധ കർമ്മ എന്ന് പറയുന്നത്. അടുത്തത് ആഗാമി കർമ്മ. അതായത് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അടുത്ത ജന്മത്തിൽ അനുഭവിക്കുക എന്നത്. ഒരു തരത്തിൽ സഞ്ചിക കർമ്മയുടെ പ്രീക്വലായി നമുക്ക് ഇതിനെ കണക്കാക്കാം. അതായത് സഞ്ചിക കർമ്മ എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ പ്രവൃത്തികളുടെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കുകയാണ് എങ്കിൽ ഇത് അതിൻ്റെ പ്രീക്വലാണ്. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അടുത്ത ജന്മത്തിലാണ് നമ്മൾ അനുഭവിക്കുക. ഇനി 4മത്തതും അവസാനത്തതുമായ കർമ്മ, ക്രിയമാന കർമ്മ. ഇതിനെ വിശദീകരിക്കാൻ ഒരു കലാഭവൻ മണിയുടെ ഡയലോഗിന് സാധിക്കും. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു, ഇപ്പോ സ്പോട്ടിൽ കിട്ടും. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അപ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ അതിനെയാണ് ക്രിയമാന കർമ്മ എന്ന് പറയുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കർമ്മ എന്ന പേരിൽ പ്രചരിക്കുന്ന പല വീഡിയോകളും ക്രിയമാന കർമ്മയുടെ ഉദാഹരണങ്ങളാണ്. ഇതെല്ലാം മുജ്ജന്മത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നവരുടെ കാര്യമല്ലേ? അവർക്കല്ലേ ഇതിലൊക്കെ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ യുക്തിവാദികൾ ഇതിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇതേ ചോദ്യം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ ഫോറത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ വിശദീകരിച്ചത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്, ഒരു ഉദാഹരണത്തിലൂടെ. വൈദഗ്ധ്യവും കരുണയുമുള്ള ഒരു ഡോക്ടറെ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാം. അവർക്ക് ഡോക്ടർ അമൃത എന്ന് പേര് നൽകാം. അവരെങ്ങനെയാണ് ഡോക്ടറായത്? ഒരുപാട് കാലത്തെ ആഗ്രഹം കൊണ്ടായിരിക്കാം അവർ ഡോക്ടറായത്. എന്നാൽ കർമ്മയിൽ വിശ്വസിക്കുന്നവർ പറയുന്നു അതിന് കാരണം അവരുടെ സഞ്ചിക കർമ്മയാണ് എന്ന്. അതായത് മുജ്ജന്മത്തിൽ അവർ ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് അവർ ഈ ജന്മത്തിൽ ഡോക്ടറായത് എന്ന്. സാധാരണഗതിയിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഒന്നുകിൽ അവർ വളർന്നു വന്ന സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ താല്പര്യം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീനിന്റെ പ്രത്യേകത കൊണ്ട് എന്നൊക്കെ പലരും വിശദീകരിക്കും. ഇനി അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവിടെ പ്രാരാബ്ധ കർമ്മയും കാണാൻ സാധിക്കും. അതായത് അവർ ഡോക്ടറായതിന് പിന്നിൽ അവരുടെ ജീവിത സാഹചര്യം, പഠനം, പ്രവൃത്തി എന്നിവ പലതുമുണ്ട്. അതായത് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടാണ് അവർ ഡോക്ടറായത്. സാമ്പത്തികമായും സാഹചര്യമായും ഒരുപാട് പ്രശ്നങ്ങളെ തോൽപ്പിച്ചാണ് അവർ ഡോക്ടറായത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പ്രാരാബ്ധ കർമ്മയും കാണാൻ സാധിക്കും. ഇനി ആഗാമി കർമ്മ, അതായത് ഈ ജന്മത്തിലെ നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ അടുത്ത ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നതിനെയാണ് ആഗാമി കർമ്മ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ മുജ്ജന്മത്തിനും പുനർജന്മത്തിനും സാധ്യതയില്ല എങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ മരണത്തിന് ശേഷവും സൽപ്പേരായി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിനെയും ആഗാമി കർമ്മയായി പറയപ്പെടുന്നു. തിരിച്ചും നമ്മൾ ചെയ്യുന്ന ദുഷ്ടപ്രവൃത്തികൾ നമ്മുടെ മരണത്തിന് ശേഷവും ഒരു ദുഷ്പേരായി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിനെയും ആഗാമി കർമ്മയായി കർമ്മയിൽ വിശ്വസിക്കുന്നവർ വിശദീകരിക്കുന്നു. ഇനി ക്രിയമാന കർമ്മ, അത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ അമൃതയുടെ കാര്യം തന്നെ എടുക്കാം.
ഉദാഹരണത്തിന്, രോഗികളെ ശുശ്രൂഷിക്കുന്ന തിരക്കിൽ സ്വന്തം ആരോഗ്യം അവർ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അവർക്ക് വരുന്ന അസുഖങ്ങളെ പോലും ക്രിയമാന കർമ്മയായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെയും, മുജ്ജന്മങ്ങളെയും പുനർജന്മങ്ങളെയും മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ തന്നെ പലതിനെയും കർമ്മയിൽ വിശ്വസിക്കുന്നവർ വിശദീകരിക്കുന്നുണ്ട്. ഇനി തുടക്കത്തിൽ പറഞ്ഞ കഥയുടെ മെയിൻ ക്ലൈമാക്സിലേക്ക് വരാം. അയാൾ ദൈവത്തോട് ചെയ്തത് മോശമായി പോയി. അതായത്, ഒരിക്കലും ദൈവത്തിന് അത്തരത്തിൽ മുഷിഞ്ഞ ഒരു 10 രൂപ കൊടുക്കാൻ പാടില്ലായിരുന്നു. അതിൻ്റെ പേരിൽ ദൈവം ഒരു അപകടമാണ് തനിക്ക് വരുത്തിയത് എങ്കിൽ അതിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. എന്നാൽ തന്നെക്കാൾ ദരിദ്രനായ ഒരു ചെരുപ്പ് കുത്തിയുടെ 500 രൂപ തന്നെ കൊണ്ട് തന്നെ കാണിക്കവഞ്ചിയിലേക്ക് ദൈവം ഇടിയിച്ചു എന്നത് അയാളിൽ അപമാന ഭാരമാണ് ഉണ്ടാക്കിയത്. ആകെ അപമാനത്തിനായി തല താഴ്ത്തി നടന്നു പോകുന്ന അയാൾ ഭക്തനായ ചെരുപ്പ് കുത്തിയെ വീണ്ടും കാണുകയായിരുന്നു. തൻ്റെ കണ്ണ് തുറപ്പിച്ച ആ വ്യക്തിയോട് ഒരു നന്ദി പറയണമെന്ന് അയാൾ തീരുമാനിച്ചു. പ്രിയ സുഹൃത്തെ, താങ്കൾ എൻ്റെ കണ്ണു തുറപ്പിച്ചു. ദൈവമല്ലേ, മുഷിഞ്ഞു കീറിയ നോട്ടായാലും മതി എന്ന് ഞാൻ കരുതി. എന്നാൽ ദരിദ്രനായ താങ്കളും ഭക്തി പുരസ്സരം ഭഗവാന് സമർപ്പിച്ചത് 500 രൂപയാണ്. ഒരു ദിവസം താങ്കൾക്ക് ലഭിക്കുന്ന കൂലിയേക്കാൾ കൂടുതലാണ് ആ തുക. എന്നാൽ ഇതെല്ലാം കേട്ട് ആ ചെരുപ്പ് കുത്തി കണ്ണ് മിഴിച്ചു നിൽക്കുകയായിരുന്നു. അയാൾ പറഞ്ഞു, സാറിൻ്റെ പേഴ്സിൽ നിന്നും വീണ 500 രൂപ ഞാൻ സാറിന് എടുത്തു തന്നു എന്നതല്ലാതെ ഞാൻ എന്താണ് ചെയ്തത്? യഥാർത്ഥത്തിൽ ഇതാണ് കർമ്മ. യഥാർത്ഥത്തിൽ യാദൃശ്ചികമായി സംഭവിക്കുന്ന ചില വിഷയങ്ങളെ കർമ്മ എന്നോ കർമ്മഫലമെന്നോ പേരിട്ട് വിളിക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ഇനി അഥവാ അത്തരം പ്രവൃത്തികളെ കർമ്മ എന്ന പേരിട്ട് ആരെങ്കിലും വിളിച്ചാൽ അത് അവർക്ക് സമാധാനം നൽകുന്നുണ്ട് എങ്കിൽ അത് നല്ല കാര്യമല്ലേ? കർമ്മയും ബട്ടർഫ്ലൈ ഇഫക്റ്റും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട്. കർമ്മ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുള്ള ഒരു വിഷയമാണ് എങ്കിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് 101% സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.